തെരഞ്ഞെടുപ്പിൽ അതായത് കുറേയേറെ ചെറുപ്പക്കാരുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ബി ജെ പിയുടെ പലരും പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ച ഇപ്പോൾ പറഞ്ഞ ആ ഒരു രീതിയിൽ യു ആർ വർക്കിംഗ്. നമ്മൾ ബി ജെ പി വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കുറേയേറെ ചെറുപ്പക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാമോ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ? എന്നും ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസ് 20 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലല്ല. വേണ്ട 60 വയസ്സിനടുത്തായി ഇന്നും അദ്ദേഹം ചെറുപ്പക്കാരനാണ് അവരെ സംബന്ധിച്ച്. അതുപോലല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. ഇതിനടുപ്പിച്ചൊരു വയസ്സിലാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായത്. ഇതേ പ്രായത്തിലാണ് ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ച് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡുള്ള നേതാക്കന്മാരാക്കാൻ എന്നും ശ്രമിച്ചിട്ടുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിതിൻ ഗഡ്കരി ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനായി വരുമ്പോൾ 50 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു നേതാവായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. അല്ലെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസ് 42-ാം വയസ്സിൽ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു നേതാവായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ക്യാച്ച് ദമ്മിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇത്തവണയും രാജീവ് ചന്ദ്രശേഖരയുടെ ടീമിലാണെങ്കിൽ പോലും, അത് സംസ്ഥാനത്തിൽ മാത്രമല്ല താഴെത്തട്ടിലാണെങ്കിൽ പോലും അത് കൃത്യമായി പാലിക്കുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇപ്പോൾ യുവമോർച്ചയിൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 35 വയസ്സ് എന്നുള്ളത് ഒരു ക്യാപ്പ് വെച്ചിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. അത് ദേശീയ തലത്തിലും. ഇപ്പോൾ ഞാൻ യുവമോർച്ചയിൽ 2ാം ടേമിൽ എനിക്ക് ലഭിക്കാത്തതിന് കാരണം ഞാൻ 35 വയസ്സ് കഴിഞ്ഞ് കുറച്ച് മാസമായതുകൊണ്ടാണ് എന്നെ 2ാമത്തെ ടേമിലേക്ക് എന്നെ പരിഗണിക്കാഞ്ഞത്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ നിയമമാണ്, അതൊരു ഒരു 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 പോളിസിയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് എന്നും, ഇപ്പം ഞങ്ങളുടെ തന്നെ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഒരു ക്യാപ്പുണ്ട്, 45 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ മണ്ഡലം പ്രസിഡന്റുമാരാകാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഉള്ളൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്.